വെൽക്കം ടു ഫ്രീ പാൻ കിച്ചൻ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു കേക്കിൻ്റെ റെസിപ്പി ആയാലോ. ബേക്ക് ചെയ്യാതെയാണ് നമ്മൾ ഈ കേക്ക് തയ്യാറുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ലിറ്റർ തിളപ്പിച്ചാറിയ പാൽ, 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കോഴിമുട്ട 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതിലേക്ക് വേണ്ട പൊടികളൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മൈദ ചേർക്കുക, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ ഇവ നന്നായി തരിച്ചെടുക്കാം. ഒരു 2 പ്രാവശ്യം ഇതുപോലെ തരിച്ചെടുക്കുക. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചു വെച്ച ശേഷം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പാലൊഴിച്ച് ഒന്നും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച കേക്കിൻ്റെ മിക്സ് കുറേശ്ശെയായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ബാക്കി പാല് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി വിസ്ക് വെച്ച് നന്നായി ദോശമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ ഒരു തവ വെച്ച് കൊടുക്കാം. ചൂടായ ശേഷം സിമ്മിലിട്ടിട്ട് ചെറിയ ചെറിയ ദോശകളായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ദോശ മറിച്ചിട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അധിക നേരം വെക്കേണ്ടതില്ല. ഇപ്പം എല്ലാ ദോശകളും ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം തയ്യാറാക്കാം. അതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 3 തുള്ളി വാനില എസൻസും ചേർത്ത് നന്നായി വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ബോർഡ് എടുത്തിട്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ കുറച്ച് ക്രീം അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശ അതിന്മേൽ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ക്രീം എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാ ദോശകളും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ദോശകളെല്ലാം ഒരേ ലെവലായിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു കട്ടിങ് വെച്ചിട്ട് ഇതുപോലെ എല്ലാ ദോശകളും കട്ട് ചെയ്ത് ഒരേ ലെവൽ ചെയ്ത് എടുക്കാം. ഇപ്പം എല്ലാ ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് ഫുൾ കവർ ചെയ്തെടുക്കാം. ലെവൽ ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ഇതുപോലെ ലെവൽ ചെയ്ത് വേണം എടുക്കാൻ. ചോക്ലേറ്റ് ഗനാഷിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും 1/4 കപ്പ് ചോക്ലേറ്റ് ക്രംസും എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത ശേഷം ചെറുതായി ചൂടാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ച് നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് നല്ല സോഫ്റ്റും അതേപോലെ ടേസ്റ്റിയുമാണ്. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന ക്രീം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റാറിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാ ഞാനിതിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു ഡിഷുമായി വരുന്നത് വരേക്കും ബൈ.